പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ചേരുന്ന ചില സ്ഥലങ്ങളിൽ ജലത്തിന് രണ്ട് തരത്തിലുള്ള നിറങ്ങൾ കാണപ്പെടാറുണ്ട്. ഇത് ഒരു പ്രകൃതി അത്ഭുതമായി തോന്നാമെങ്കിലും അതിന് വ്യക്തമായ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. ലവണാംശമാണ് ഒരു കാരണം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പസഫിക്കിനേക്കാൾ കൂടുതൽ ലവണാംശമുണ്ട്. ഉയർന്ന ലവണാംശം ജലത്തിന്റെ സാന്ദ്രതയെ കൂട്ടും. അതിനാൽ തന്നെ ഇത് തൊട്ടടുത്തുള്ള കുറവ് ലവണാംശമുള്ള പസഫിക് ജലത്തേക്കാൾ കുറച്ച് കനത്തതായിരിക്കും. ഈ വ്യത്യാസം ജലം പൂർണ്ണമായും കലരാതെ വേർപെട്ട് നിൽക്കാൻ സഹായിക്കും. ജലത്തിന്റെ താപനിലയും നിറത്തെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, ചൂടുള്ള ജലത്തിന് കൂടുതലായി തെളിഞ്ഞതോ നീലയോ ആയ നിറം കാണാം. ചൂട് കുറവുള്ള ജലം കുറച്ച് നീല നിറത്തിലോ കട്ടിയുള്ള നിറത്തിലോ കാണപ്പെടും. ലവണാംശവും താപനിലയും ചേർന്ന ജലത്തിന്റെ സാന്ദ്രതയെ നിർണ്ണയിക്കുന്നു. സാന്ദ്രത വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ രണ്ട് സമുദ്രങ്ങളുടെയും ജലം നേരിട്ട് കലരാതെ മുകളിലും താഴെയും ചലനം ചെയ്യുന്ന രീതിയിലാണ് കൂടിച്ചേരുന്നത്. അലാസ്ക ഉൾക്കടൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ രണ്ട് സമുദ്രങ്ങളുടെയും ജലം ചേരും. എന്നാൽ ശക്തമായ ജലപ്രവാഹങ്ങൾ, കാറ്റ്, വേലിയേറ്റം എന്നിവ ഇവയുടെ കലർച്ചയെ സാവധാനമാക്കും. അതിനാൽ തന്നെ ഇവയെ ഒരു സമുദ്രാതിർത്തി പോലെ ദൃശ്യമായി വേർതിരിച്ചു കാണാൻ കഴിയും. സമുദ്രത്തിലെ മണൽ, മണ്ണ്, പായൽ, ഫൈറ്റോപ്ലാങ്ക്ടൺ തുടങ്ങിയ ഘടകങ്ങളും ജലത്തിന് നിറം നൽകും. പസഫിക് സമുദ്രത്തിൽ ഫൈറ്റോപ്ലാങ്ക്ടൺ കൂടുതലാകാം. അതിനാൽ അതിന് പച്ചകലർന്ന നീല നിറം കാണാം. നദികൾ കൊണ്ടുവരുന്ന മണ്ണ് ജലം തങ്ങലുള്ളതായോ ചാരനിറമുള്ളതായോ ആക്കും. ഇതെല്ലാം ചേർന്ന് പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ ജലം പരസ്പരം പതുക്കെ മാത്രമാണ് കലരുക. അതിനാൽ തന്നെ വെറും കണ്ണാൽ നോക്കുമ്പോൾ തന്നെ രണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള ജലസ്രോതസ്സുകൾ പോലെയാകും ഇത് കാണാൻ കഴിയുക.